തോമസ് കാർലൈൽ നമ്മിൽ പലർക്കും അറിയാവുന്നതുപോലെ വിശ്വപ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരനാണ്. വിശ്വസാഹിത്യ നഭോമണ്ഡലത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ക്ലാസിക് എഴുത്തുകാരനാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് കയ്യെഴുത്ത് പ്രതി പൂർത്തിയാക്കിയിരിക്കുകയാണ്. വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് ലൈഫ് ലോങ് അച്ചീവ്മെൻറ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ നാളുകൾ ഏറെ എടുത്ത് എഴുതി പൂർത്തിയാക്കിയ മാനുസ്ക്രിപ്റ്റാണത്. അത് പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ അയൽവാസിയുമായിട്ടുള്ള ജോൺ സ്റ്റുവാർട്ട് മില്ലിനെ വിളിച്ച് ഈ പുസ്തകം അദ്ദേഹത്തിന് കൈമാറുകയാണ്. അത് വായിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം വളരെ ആവേശപൂർവ്വം വളരെ സാഗൂതം ആ പുസ്തകം ഏറ്റുവാങ്ങുകയും തൻ്റെ വീട്ടിലേക്ക് പോവുകയും അത് ഭദ്രമായ ഒരു സ്ഥലത്ത് വെക്കുകയും ചെയ്തു. അങ്ങനെ എന്തോ കാര്യത്തിന് വേണ്ടി അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും തിരിച്ചു വന്ന് വളരെ ആവേശപൂർവ്വം വളരെ ക്യൂരിയസ് ആയിട്ട് അദ്ദേഹം ആ പുസ്തകം എടുത്ത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ പുസ്തകം വെച്ചെടുത്ത് കാണുന്നില്ല. അദ്ദേഹം ആ വീടിൻ്റെ ഓരോ അരുകും മൂലയും ഓരോ മണൽത്തരയും അരിച്ചു പെറുക്കിയെന്ന് പറയാം. പക്ഷേ പുസ്തകം അത്ഭുതമെന്ന് പറയട്ടെ എവിടെയും കാണാനില്ല. അങ്ങനെ അദ്ദേഹം അവിടുത്തെ വൃദ്ധയായ പരിചാരികയെ സമീപിക്കുകയാണ്. ഇങ്ങനെ ഒരു പുസ്തകം ഇവിടെ വെച്ചിരുന്നു, അത് താങ്കൾ കണ്ടിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ വൃദ്ധ വളരെ നിഷ്കളങ്കമായിട്ട് പറയുകയാണ്, ഞാനവിടെ പഴയ പേപ്പറുകളാണ് കണ്ടത്, അത് റബ്ബിഷാണെന്ന് കരുതിയിട്ട് മറ്റ് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ കൂടെ ഞാൻ അത് കത്തിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്! ജോൺ സ്റ്റുവാർട്ട് മില്ലിൻ ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയായി. എങ്ങനെ അദ്ദേഹം ഇത് സഹിക്കും? എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്? എങ്ങനെ വിഷയം തോമസ് കാർലൈലിനോട് അവതരിപ്പിക്കും? എങ്ങനെ ഈ ഒരു നഷ്ടത്തിൽ നിന്ന് കരകയറാനാവും? എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അങ്ങനെ അദ്ദേഹം ഹാരറ്റ് ടേലർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് വിവരം പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും ആകെ തളർന്ന അവസ്ഥയിലായി. അവസാനം അവരാലോചിച്ച് തീരുമാനിക്കുകയാണ്, എന്തു തന്നെ ആയാലും ശരി തോമസ് കാർലൈലിനോട് വിവരം പറഞ്ഞല്ലേ പറ്റൂ. അങ്ങനെ രണ്ടുപേരും ഒരുവിധം കാർലൈലിൻ്റെ വീട്ടിലെത്തുകയാണ്. കാർലൈലിൻ്റെ വീട്ടിലെത്തിയപ്പോൾ കാർലൈൽ കാണുന്ന സ്റ്റുവാർട്ട് മില്ലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എങ്ങനെയെന്ന് ചോദിച്ചാൽ വിളറി വെളുത്ത മുഖവും ഡിപ്രഷൻ ബാധിച്ച് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ബോഡി ലാംഗ്വേജാണ് അദ്ദേഹത്തിന് ഈ ജോൺ സ്റ്റുവാർട്ട് മില്ലിൽ കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ എന്താണ് കാര്യമെന്ന് പറയൂ എന്ന് കാർലൈൽ അന്വേഷിക്കുകയാണ്. അപ്പോൾ തന്നെ സ്റ്റുവാർട്ട് മില്ലിൻ്റെ ഭാര്യ പറയാണ്, താങ്കൾ ഒരിക്കലും പൊറുക്കാത്ത ഒരു വലിയ അപരാധമാണ് ചെയ്തിരിക്കുന്നത്, എന്താണ് കാര്യം പറയുമെന്ന് പറയുന്നു. അപ്പോൾ ഒരു വിധം അവർ കാര്യം അവതരിപ്പിച്ചു. അത് കംപ്ലീറ്റ് കത്തി ചാമ്പലായി പോയി എന്നുള്ള ആ കഥ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ തോമസ് കാർലൈലിൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനമാണ് ഉണ്ടായത്. അദ്ദേഹം ആകെ ബ്രോക്കൺ ഡൗൺ എന്ന് പറഞ്ഞ പോലെ അവസ്ഥയായി. എന്ത് ചെയ്യും? കാരണം ഒരു വരി പോലും വേറെ എവിടെയെങ്കിലും കുത്തിക്കുറിച്ച് വെച്ചിട്ടില്ല, റെഫറൻസിന് യാതൊരു രേഖയും ഇല്ല, പൂർണ്ണമായും കത്തി നിശ്ചയിച്ചിരിക്കുകയാണ്. താൻ ഇനി എന്ത് ചെയ്യും? പക്ഷേ ഈ സ്റ്റുവാർട്ട് മില്ലിൻ്റെയും ഭാര്യയുടെയും അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം അങ്ങേയറ്റത്തെ ക്ഷമ കാണിക്കുകയാണ്, അങ്ങേയറ്റത്തെ അവധാനതയും സഹനവും കാണിക്കുകയാണ്. വളരെ കൂളായ മുഖഭാവത്തോട് കൂടിയിട്ട് വളരെ നാടകീയമായി അദ്ദേഹം പറയുകയാണ്, ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്, ആക്സിഡൻറ്റ്സ് ഹാപ്പൻ ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമാശ്വസിപ്പിക്കുകയും അവരെ പാമ്പർ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുവാർട്ട് മില്ലിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ശ്വാസം നിറയണം. ഈ സംഭവത്തിന് ശേഷം തോമസ് കാർലൈൽ ഒരു തീരുമാനം എടുക്കുകയാണ്, താൻ ഈ പുസ്തകം വീണ്ടും എഴുതുമെന്ന്. അങ്ങനെ അദ്ദേഹം അതിൻ്റെ ഓരോ വരിയും ഓർമ്മയിൽ നിന്ന് എടുത്തുകൊണ്ട് എഴുതുകയാണ്. അങ്ങനെ മാസങ്ങളോളം എടുത്ത് 6 മാസത്തിനകം അദ്ദേഹം വീണ്ടും ഈ പുസ്തകം പൂർണ്ണമായും രചിക്കുകയാണ്. അങ്ങനെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അത് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് ഓഫ് ദ വേൾഡായിട്ട് മാറുന്നു. അത് വൺ ഓഫ് ദ ക്ലാസിക്സ് ഓഫ് ദ വേൾഡായിട്ട് മാറുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ മാസ്റ്റർ പീസായിട്ട് അത് മാറുന്നു. ഇന്നും 200 വർഷങ്ങൾക്ക് ശേഷം ആ പുസ്തകത്തിൻ്റെ പുതിയ പ്രതികൾ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ലോകത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട ലൈബ്രറികളിലും ഫ്രഞ്ച് റവല്യൂഷൻ എന്ന ബുക്കിൻ്റെ ഒരു പ്രതി കാണാതിരിക്കുകയില്ല. അത്രയേറെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമായിട്ടത് മാറുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവകഥയുടെ ഗുണപാഠങ്ങൾ 1-2 വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന്, ഇത്തരം അത്യാഹിതമായൊരു സംഭവമുണ്ടായ ഘട്ടത്തിൽ തൻ്റെ സുഹൃത്തും തൻ്റെ സുഹൃത്തിൻ്റെ കുടുംബവും മാനസികമായി തകരരുത് എന്ന് കരുതിക്കൊണ്ട് വർദ്ധിതമായ ആത്മവിശ്വാസം മുണ്ടെടുത്തുകൊണ്ട് അവിടെ പെരുമാറിയ രീതി, ആ വൈകാരിക പക്വത, ആ ഹിമാലയൻ ഇമോഷണൽ മെച്യൂരിറ്റി, അതിലാണ് നമുക്കെല്ലാവർക്കും ഗുണപാഠമുള്ള ഒരു കാര്യം.
രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു തകർച്ച സംഭവിച്ചാൽ റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു വലിയ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ബൗൺസിങ് ബാക്ക് എന്ന് വെച്ചാൽ കം ബാക്ക് ഫ്രം എ സെറ്റ് ബാക്ക്, ഒരു തിരിച്ചടിയിൽ നിന്ന് ഒരു വലിയ തിരിച്ചുവരവുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള രീതിയിൽ കാര്യങ്ങൾ അഭിവീക്ഷിക്കുവാനും പെരുമാറുവാനും നമുക്കൊക്കെ കഴിയുമാറാവട്ടെ. അതിനു പറ്റിയ ഒരു വലിയ ഗുണപാഠമായി തീരുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സെഷനിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.